എപ്പോഴാണോ ഒരുവനിൽ ലോഭബുദ്ധി നശിക്കുന്നത് അതോടുകൂടി അജ്ഞാനം നശിക്കും. ഇപ്പൊ പല ഉദാഹരണങ്ങളും നമുക്ക് കാണാൻ കഴിയും ഇതിഹാസ പുരാണങ്ങളിൽ. ജനക മഹാരാജാവ്, യുവനാശ്വൻ, പ്രസേനജിത്ത്, ഇവരൊക്കെ ലോഭത്തെ ഉപേക്ഷിച്ചിട്ട് സദ്ഗതിയെ പ്രാപിച്ചവരാണ് എന്ന് കാണാം. ഇത്തരത്തിൽ ഇപ്പോ ഇനി ഇവിടെ സജ്ജനങ്ങൾ, സൽക്കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവർ, സദാ ആചാരനിരതന്മാരായിട്ടുള്ളവർ, അവരുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്നതായ കാര്യങ്ങൾ നമുക്ക് അനുവർത്തിക്കാൻ പാകത്തിന്, അവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പാകത്തിന് അവരുടെ യോഗ്യതകൾ എന്തൊക്കെയാണ് അവ പറഞ്ഞു. ധൃതി, ക്ഷമ, അഹിംസ, സത്യം, ആർജവം, ഈ വിഷയങ്ങളൊക്കെ മിക്കവാറും എല്ലാ പുരാണങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. ഭാഗവതത്തിലാണെങ്കിലും 11-ാം സ്കന്ധത്തിലും, അതുപോലെ 7-ാം സ്കന്ധം യുധിഷ്ഠിര നാരദ സംവാദം 7ാം സ്കന്ധത്തില് പ്രഹ്ലാദന്റെ ചരിത്രം പറഞ്ഞതിന് ശേഷമാണ് വരിക. ആശ്രമധർമ്മങ്ങളെക്കുറിച്ചും സനാതനധർമ്മത്തെക്കുറിച്ചിട്ടുമൊക്കെയുള്ള ചോദ്യത്തിന്റെ മറുപടിയിൽ അവിടെ ഇതൊക്കെ വരുന്നുണ്ട്. എല്ലാ പുരാണത്തിലും പൊതുവെ വരുന്ന വിഷയങ്ങൾ തന്നെയാണ്. അകാർപ്പണ്യം, സന്തോഷം, അഹിംസ, ഇതൊക്കെ തന്നെ ഒരു വാക്ക്, ഇതെല്ലാം ചേർന്നിട്ടാണ്, അതിനെയാണ് ദമം എന്ന് പറയുക. മതം ഇല്ലാത്ത അവസ്ഥ. അതിനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിന് പറഞ്ഞാൽ അഹങ്കാരം ഇല്ലാത്ത അവസ്ഥ എന്നാണ്. ധൃതി, ക്ഷമ, അഹിംസ, ഇതൊക്കെ ഒരുവന്റെ യോഗ്യത തന്നെയാണ്. ജിഹ്വോപസ്ഥത്തിനെ ജയിക്കലാണ് ധൃതി എന്നാണ്. ജിഹ്വോപസ്ഥജയോ ധൃതി. കാമത്തിനെയും രസനയെയും നാവിനെയും ജയിക്കലാണ് ധൃതി. കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ്. നമുക്ക് ചുറ്റും ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന പല പ്രശ്നങ്ങളുടെയും അതിന്റെ പിന്നിലേക്ക് നമ്മൾ അന്വേഷിച്ചു പോയാൽ ബോധ്യമാവും അവിടെ ഈ വിവാദങ്ങൾക്ക്, ഈ പ്രശ്നങ്ങൾക്ക് മൂലകാരണം ഇതാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കാമമാണ് എന്ന് കാണാൻ പറ്റും. അത് ലോകത്തിന് എത്രത്തോളം അപകടമുണ്ടാക്കുന്നു. അപ്പൊ അതിനെ ജയിക്കാൻ പറ്റിയില്ല എങ്കിൽ, അതിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ ലോകം നരകതുല്യമാണ്, അവന്റെ ജീവിതം നരകതുല്യമാണ്. അപ്പൊ ധൃതി, അതേപോലെ തന്നെ ക്ഷമ, അഹിംസ, സമത്വം, സത്യം, ആർജവം, ഇന്ദ്രിയജയം, കോപമില്ലാതിരിക്കുക, പ്രിയമായതിനെ പറയുക, മറ്റുള്ളവർക്ക് പ്രിയമായിട്ടുള്ളതിനെ പറയുക, ഒന്നിനെയും ദ്രോഹിക്കാതിരിക്കുക, മറ്റുള്ളവന്റെ വളർച്ചയിൽ നമ്മളെക്കാൾ മറ്റുള്ളവർക്ക് പലതും അധികമായിട്ട് സൗന്ദര്യം, സമ്പത്ത്, ബന്ധുബലം, ഇതൊക്കെ കൂടിയും കുറഞ്ഞു ഇരിക്കും. എല്ലാവർക്കും ഒരേപോലെയൊന്നുമല്ല. അപ്പൊ അതിൽ നമുക്കൊരു അസൂയ തോന്നേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് കഴിക്കാൻ കിട്ടുന്നത്, അവനവൻ ആവശ്യമുള്ളത്, അവനവന് വിശപ്പടക്കാനുള്ളത്, അവനവന് തൃപ്തിക്കുള്ളത് കിട്ടിയിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്തിനാ അന്യന്റെ കയ്യിലേക്ക് നോക്കുന്നത്? ഒരു രസകരമായൊരു ഉദാഹരണം പറഞ്ഞു കേട്ടിട്ടുണ്ട്. രണ്ട് സുഹൃത്തുക്കൾ, അവർ രണ്ടിടത്ത് സദ്യക്ക് പോയി എന്നാണ്. ഒരേ ദിവസം തന്നെ രണ്ടിടത്ത് ക്ഷണിച്ച ആ ബുദ്ധിമുട്ടല്ലേ? അത് 2 ദിവസമായിരുന്നുവെങ്കിൽ 2 സ്ഥലത്തും പോവായിരുന്നു. പക്ഷേ ഇത് ഇന്ന് തന്നെ 2 ഇടത്തേക്ക് ഇത് വന്നു. 2 ഒരേ സമയത്ത് തന്നെയാണ്. അപ്പൊ 2 പേരും കൂടി തീരുമാനിച്ചു, നീ അവിടെ പോ, ഞാൻ ഇപ്പുറത്ത് പോവാം. അങ്ങനെ 2 ഇടത്തും പോയിട്ട് 2 സുഹൃത്തുക്കളും തിരിച്ചു വന്ന് പരസ്പരം കണ്ടുമുട്ടിയിട്ട് അവർ പറയാണ്, അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? അവിടെ ഇന്നതൊക്കെയായിരുന്നു. അവിടെ ആരുടെ ആയിരുന്നു? അവിടെ ഇന്ന ആളുടെയാണ്. അല്ലെ, അങ്ങനെയാണല്ലോ നമ്മൾ ആരുടെ സദ്യ നോക്കിയിട്ടാണല്ലോ കേമാണെന്ന് വിലയിരുത്തുക. ഇങ്ങനെ അവര് പരസ്പരം അതൊക്കെ പറഞ്ഞ് അവസാനം ഏറ്റവും നമ്മൾ പ്രാധാന്യത്തോടു കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പായസം, അവിടെ പാലട, ഏറ്റവും ഫേമസ് സാധനം അതാണല്ലോ. ഇവിടെ അതായിരുന്നു. അപ്പൊ ആദ്യത്തെ ആള് പറഞ്ഞു, അവിടെ 2 പാത്രം, 2 വലിയ വാർപ്പ് ബാക്കിയുണ്ട് എന്നാണ്.
എല്ലാവർക്കും വിളമ്പിയിട്ടും 2 ചരക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാർപ്പ്, പഴയ കാലത്ത് വാർപ്പിന് പറയുന്ന പേരാണ്, അത്രയും ബാക്കിയുണ്ട്. അപ്പൊ രണ്ടാമത്തെ ആൾ പറഞ്ഞു അവിടെ 3 വാർപ്പ് ബാക്കിയുണ്ട്. അപ്പൊ ഈ ആദ്യത്തെ ആൾക്ക് വിഷമായി, എന്നാ അവിടെ പൊക്കോളായിരുന്നു. ഇവിടുന്ന് കഴിച്ചതും പാലടയാണ്, അവിടുന്ന് കഴിക്കാൻ കിട്ടുന്നതും അതാണ്. ഇവിടെ 2 വാർപ്പ് ബാക്കി വന്നു, അവിടെ എത്ര ബാക്കി വന്നാലും ഇവന് കഴിക്കണേനൊരളവില്ലേ? അത് കൂടുതൽ ചെലുത്താൻ പറ്റുമോ? ഒരു 2 ഗ്ലാസ് കഴിക്കാം, 3 ഗ്ലാസ് കഴിക്കാം, പിന്നെ കുറച്ചു നേരം കിടന്നിട്ട് എഴുന്നേറ്റിട്ട് കഴിക്കാം. ചിലർ പതിവുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ കഴിക്കാം. എത്ര കഴിച്ചാലും അവനവന് ഒരു അളവുണ്ട്, അതിൽ കൂടുതൽ ചെലുത്താൻ പറ്റില്ല. അവിടെ എത്ര ബാക്കി വന്നാൽ എന്താ കാര്യം? അപ്പൊ നമുക്ക് കിട്ടിയതിൽ തൃപ്തി ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, അസൂയ ഇല്ലാതിരിക്കുക, അനസൂയ എന്നാണ്. അതിനാണ് ഈ അത്രി പത്നിയായിട്ടുള്ള അനസൂയയുടെ ഒക്കെ കഥ നമ്മളെ കേൾപ്പിക്കുന്നത്. അല്ലാതെ അതൊരു ഋഷിപത്നിയുടെ മാത്രമല്ല, അനസൂയ, അസൂയ ഇല്ലാതിരിക്കുക. ഇതിനെല്ലാം ചേർന്നിട്ടാണ് ദമം എന്ന് പറയുക. കാമം, ക്രോധം, ദർപ്പം, സ്തംഭം ഇതൊന്നും അവരെ ബാധിക്കുന്നില്ല. സമുദ്രം പോലെ എന്നാണ്, കടൽ പോലെ പൂർണ്ണൻ ആണ്. എത്ര വന്നു ചേർന്നാലും അതിനൊരു നിലയ്ക്ക് വ്യത്യാസം വരുന്നില്ല. സമുദ്രത്തിന് എപ്പോഴും ഒരു നിലയുണ്ട് എന്നാണ്. അതിന്റെ ആഴം എത്രയാണെങ്കിലും അതിലേക്ക് എന്തെല്ലാം വന്നു ചേർന്നാലും അത് അതിനെ പ്രകടിപ്പിക്കുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ പാപകർമ്മത്തെക്കുറിച്ചും അതുപോലെ തന്നെ ആരാണ് സജ്ജനം, എങ്ങനെയുള്ള ആളാണ്, അതിന്റെ ഉദാഹരണവും ഇവിടെ സൂചിപ്പിച്ചു. വീണ്ടും തപസ്സിന്റെ മഹാത്മ്യം എന്ത്, അതിനെക്കുറിച്ച് പറഞ്ഞ് സൗഹൃദം, പിന്നെ അങ്ങനെ പല ഉദാഹരണങ്ങളിൽ കൂടിയിട്ട് അങ്ങനെ വരുമ്പോഴാണ് ശംഭാഗഗീത, അങ്ങനെ പല വിഷയങ്ങളുമാണ് തുടർന്നും ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പാരായണം ചെയ്തിട്ട് കേൾക്കാം. നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ.